നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. INTUC ജില്ലാ നേതൃസമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴ. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസിലെ മുഖ്യപ്രതിയായ ലിവിയ ജോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തന്നെ അപമാനിച്ചതിന്റെ പ്രതികാരമാണ് ഷീല സണ്ണിയെ കേസിൽ ഉൾപ്പെടുത്താൻ കാരണമെന്ന് ലിവിയയുടെ കുറ്റസമ്മതമൊഴി. കോയമ്പത്തൂരിൽ തൃശൂർ സ്വദേശിയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. പാവറട്ടിയിലെ ലേഡീസ് ടൈലറിംഗ് ഷോപ്പിൽ പൂട്ട് പൊളിച്ച് മോഷണം. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. വൈദ്യുതി ലൈനിലേക്ക് കൂറ്റൻ മരം വീണു. ചൊക്കന നായാട്ടുകുന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം അവഗണിച്ചതായി നാട്ടുകാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ വർഗീയ പ്രചാരണമാണ് നടത്തുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ചെയ്ത വികസന പ്രവർത്തനങ്ങളെയോ ചെയ്യാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെയോ പറ്റി പറയാതെ വർഗീയത മാത്രമാണ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ പറയുന്നതെന്നും രമേശ് ചെന്നിത്തല. ചേറ്റുവ ചുള്ളിപ്പടി പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷം. 500-ലേറെ കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളിലും പുതിയ ടൈം ടേബിൾ നാളെ മുതൽ നിലവിൽ വരും. 8 മുതൽ 10 വരെ ക്ലാസുകളിൽ വെള്ളിയാഴ്ച ഒഴികെ രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് സ്കൂൾ സമയം. പഴയന്നൂരിൽ കാറിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പഴയന്നൂർ പൊട്ടൻകോട് തോട്ടുപാലം തൃത്താലംകുന്ന് വീട്ടിൽ 62 വയസ്സുള്ള ഗംഗാധരനാണ് മരിച്ചത്. സംസ്ഥാനത്തെ ട്രെയിനുകളുടെ സമയക്രമത്തിലെ മാറ്റം പ്രാബല്യത്തിൽ. ഒക്ടോബർ 20 വരെയാണ് ട്രെയിനുകൾ പുതിയ സമയക്രമം പാലിച്ച് സർവീസ് നടത്തുക. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് സ്കൂട്ടർ നിയന്ത്രണമിട്ട് റോഡരികിലെ കലുങ്കിലിടിച്ച് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. പാവറട്ടി വടക്കൻ വീട്ടിൽ ഇശ്വിൻ, വെന്മേനാട് സ്വദേശി സഞ്ജയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പഴയന്നൂർ യൂണിറ്റ് തൃശൂർ റോഡിൽ നിർമ്മിക്കുന്ന വ്യാപാര ഭവൻ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷനായിരുന്നു. അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും MP-യും MLA-യുമായിരുന്ന PK കുഞ്ഞച്ചന്റെ 36-ാം വാർഷിക ദിനാചരണം നടന്നു. KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണം KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ M മോഹന്റെ 1-ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട പൗരാവലിയും മോഹൻ ഫൗണ്ടേഷനും സംയുക്തമായി ദൃശ്യമോഹനം അനുസ്മരണം സംഘടിപ്പിച്ചു. മന്ത്രി R ബിന്ദു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നോ ഡ്രഗ്സ് സേ ടു സ്പോർട്സ് ആൻഡ് ലൈഫ് എന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി കുറ്റൂർ CMG HSS സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വിയൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ N നുഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നൃത്താഞ്ജലി കലാക്ഷേത്ര സമിതിയുടെ അരങ്ങേറ്റ മഹോത്സവവും അവാർഡ് നൈറ്റും കൂർക്കഞ്ചേരിയിൽ നടന്നു. അഖില K അനന്തരാമൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ആസ്ഥാനമായുള്ള ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിന് എഴുത്തുകാരൻ തിരുവില്ലോമല സ്വദേശി C ഗോപദാസിനെ തെരഞ്ഞെടുത്തു. ഈ മാസം 18-ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 100 പരിപാടികൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കും. വായനാ ദിനമായ 19-ന് സ്കൂളിൽ OSA വായനാമൂല ഒരുക്കും. ചൂണ്ടൽ പഞ്ചായത്ത് 13-ാം വാർഡ് പെരുമണ്ണിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം നടന്നു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് മറ്റത്തൂർ GLP സ്കൂളിൽ പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിച്ചു. ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലെ മുൻ ശാസ്ത്രജ്ഞൻ MP രാജൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. പെരുമ്പാമ്പിനെ വനത്തിൽ വിട്ടയച്ചു. റൈഡ് ഫോർ മെൻസ് കമ്മീഷൻ അഖിലേന്ത്യാ മോട്ടോർ സൈക്കിൾ റാലി തൃശൂരിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സേവ് ഇന്ത്യൻ ഫാമിലി മൂവ്മെന്റ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫരീദാബാദിൽ നിന്ന് മെയ് 30-ാം തീയതി തുടങ്ങിയ റാലി 20 സംസ്ഥാനങ്ങൾ കടന്ന് 35 ദിവസം കൊണ്ട് 10,000-ഓളം കിലോമീറ്റർ പിന്നിടും.
കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അമല മേരി റാണി LP സ്കൂൾ അണുവിമുക്തമാക്കി. വാർഡംഗം നിതീഷ് TSന്റെ നേതൃത്വത്തിലാണ് യുവദേശം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങൾ ചേർന്ന് സ്കൂളും പരിസരവും അണുനശീകരണം നടത്തിയത്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി. ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചത്. കണിമംഗലം പൂക്കാട്ടിക്കര കാരമുക്ക് ക്ഷേത്രക്കുളത്തിൽ കൂട്ടുകാരോടൊത്ത് കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ഇടുക്കി സ്വദേശി നെല്ലാങ്കുഴി വീട്ടിൽ 23 വയസ്സുള്ള ബിറ്റോ ആണ് മരിച്ചത്. ഓൾ കേരള അക്വാകൾച്ചർ പ്രൊമോട്ടേഴ്സ് യൂണിയൻ 2ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി K. സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ചന്ദ്രാപിന്നി മേഖലാ സമ്മേളനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PI സജിത ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TK ചന്ദ്രബാബു അധ്യക്ഷനായി. ഭാരത് സ്കൗട്ട്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷൻ വിവിധ യൂണിറ്റുകളിലെ ലീഡർമാർക്ക് യോഗ പരിശീലനവും നേതൃത്വ പരിശീലന ക്ലാസും നടത്തി. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗ പരിശീലനം ASC ഗൈഡ് വിഭാഗം C. ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് മരണമടഞ്ഞ സിനീഷിന്റെ മൃതദേഹം കുറ്റിച്ചിറയിലെ വൈലാത്തറ ശ്മശാനത്തിൽ സംസ്കരിച്ചു. രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളടക്കം നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 9ാം വാർഡിൽ കല്ലുപുരം പ്രദേശത്തെ 46 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജലധാര പദ്ധതിയുടെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് ഉദ്ഘാടനം നിർവഹിച്ചു. ബാലഗോകുലം തൃശൂർ ജില്ലാ സമ്മേളനം മനുഷ്യാവകാശ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ VN ഹരി അധ്യക്ഷനായിരുന്നു. പെരുവല്ലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. വനംവകുപ്പിന്റെ വിത്തൂട്ട് പദ്ധതി പ്രകാരം ചിമ്മിനി വന്യജീവി സങ്കേതത്തിലെ കവല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. വിത്തുണ്ടകൾ നിക്ഷേപിക്കുന്നതിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് അംഗം PS ചിത്ര നിർവഹിച്ചു. കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതിയുടെ ഉദ്ഘാടനം കോൺഗ്രസ് കൗൺസിലർമാർ ബഹിഷ്കരിക്കും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ കോൺഗ്രസ് കൗൺസിലർമാരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. മാപ്രാണം വാതിൽമാടം കോളനിയിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി. പ്രതിഷേധ സമരം നടത്താനെത്തിയ CPM പ്രവർത്തകരും പ്രദേശവാസികളുമായി പ്രദേശത്ത് വാക്കുതർക്കം നടന്നു. പാവറട്ടി മനപ്പടിക്ക് സമീപം പൊതുമരാമത്ത് റോഡിന് നടുവിലെ വലിയ കുഴി യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നു. പൈപ്പ് പൊട്ടി വെള്ളം പോയിരുന്ന ഭാഗത്തെ ചോർച്ചടച്ച സ്ഥലത്താണ് വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. AYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPI മുൻ മണ്ഡലം സെക്രട്ടറിയായിരുന്ന TR രാധാകൃഷ്ണന്റെ പേരിലുള്ള പാലിയേറ്റീവ് യൂണിറ്റിലേക്കുള്ള ഉപകരണങ്ങളുടെ സമാഹരണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. AYF മണ്ഡലം പ്രസിഡന്റ് ജിനേഷ് അധ്യക്ഷനായിരുന്നു. കേരള കർഷക സംഘം കടവല്ലൂർ സൗത്ത് മേഖലാ സമ്മേളനം നടത്തി. സമ്മേളനം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്തിൽ നിന്ന് CPI AYF പ്രവർത്തകർ BJPയിൽ ചേർന്നു. CPI ലോക്കൽ കമ്മിറ്റി അംഗം ഓമന ഭാഗ്യനാഥന്റെ നേതൃത്വത്തിലുള്ള 12 പേരാണ് BJPയിൽ ചേർന്നത്. യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന SSF എരുമപ്പെട്ടി സെക്ടർ സാഹിത്യോത്സവിന് പഴവൂർ നജ്മുൽ ഹുദ മദ്രസയിൽ അരങ്ങുണർന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്ന വിത്തൂട്ട് പദ്ധതി ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ നടപ്പിലാക്കുന്നു. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് അംഗം K. ദീപ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാസ്റ്റ് പാടി സംഘടന ചാലക്കുടി ലൈഫ് കെയർ ക്ലിനിക്കിന്റെ സഹകരണത്തോടെ ഹൃദ്രോഗ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോടാലി SN സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഡോക്ടർ തോമസ് ജോൺ പാലിയിൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ അവാർഡ് നേടിയ ആട്ടം കലാകാരൻ മദൻകുമാർ തോന്നക്കോട്ടിലിനെ ചൂലന്നൂർ മയൂരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ആട്ടം സിനിമയിലെ പ്രധാന കലാകാരനായ മദൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.